എന്ന പനീർ ബിരിയാണി ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാം. ഇത് അര സവാള ജസ്റ്റ് വറുത്ത് ഡെക്കറേഷൻ ചെയ്യാൻ പോലെ, ഇതും മല്ലിയില, ഇത് രണ്ടും ഓപ്ഷനല്ല, വേണമെങ്കിൽ മതി. ഇത് ഇഞ്ചി വെളുത്തുള്ളിയും ഒരു 4 അല്ലി വെളുത്തുള്ളി, കുഞ്ഞ് 2 ഇഞ്ചി, പിന്നെ ഇത് കഴുകി വെച്ചേക്കുന്ന കൈമ റൈസ്, ഇത് 2 സവാള, 2 തണ്ട് കറിവേപ്പില, 1 ക്യാരറ്റ്, ഇത് സാലഡിന് ഒരു കുറച്ച് കുക്കുംബർ, കുറച്ച് ക്യാരറ്റ് ഞാൻ വെതറി ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു അര സവാള, ഇത് ഇത്രയും സോയാ ചാൻസ്, പിന്നെ ഇത് പനീർ. സോയാ ചാൻസ് ഓപ്ഷനല്ല, വെറുതെ ഞാൻ എടുത്തന്നേ ഉള്ളൂ. അപ്പം തൽക്കാലം നമുക്ക് പനീരും 2 സവാളയും 1 ക്യാരറ്റും മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വേണം, കറിവേപ്പില ഉണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ മല്ലി ഉണ്ടെങ്കിൽ എടുക്കാം. ഇത് രണ്ടും ഡെക്കറേഷൻ പോലെ ഉള്ളൂ, അത് വേണമെങ്കിൽ മതി. പിന്നെ കൈമ റൈസ്, ഇത്രയാണ് വേണ്ടത്. ആദ്യം നമുക്ക് സോയാ ചാൻസ് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, എന്നിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം. കുക്കറിലാണ് ബിരിയാണി വെക്കുന്നത്, അപ്പോൾ ആദ്യമേ കുറച്ച് എണ്ണ ഒഴിക്കാം, കുറച്ച് എണ്ണ മതി. ഇതിലേക്ക് കുറച്ച് മസാലക്കൂട്ടിടാം, കുറച്ച്. ഇതിലേക്ക് നമുക്ക് 2 സവാള ഇടണം. ഇതിങ്ങനെ ഞെരടി ഇടണം, അപ്പോൾ ഇങ്ങനെ വിടർന്ന് കിടക്കും. ജസ്റ്റ് ഒന്ന് വഴറ്റാം. നമുക്ക് ഈ തീ സിമ്മിലാക്കണേ. സിമ്മിലാക്കിയിട്ട് നമുക്കിതിനകത്തോട്ട് പെട്ടെന്ന് വഴണ്ടിയിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പുകൂടി ഇടണം. ഇൻഗ്രീഡിയൻസ് പറയാൻ മറന്നുപോയതൊരെണ്ണമുണ്ട്, 2 പച്ചമുളക് കൂടി ഇടണം. എന്നിട്ടിതൊന്ന് ജസ്റ്റ് വഴറ്റണം. തീ സിമ്മിലായിരിക്കണം വെച്ച് കഴിയുമ്പോൾ. നമ്മൾ കുറച്ചേരം അടച്ച് വെച്ച് ചെയ്യാം, അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഓക്കെ, ഇത് ഫുള്ള് വഴറ്റിയെടുക്കണം. നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടാം. ചതയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ കുഞ്ഞ് കഷ്ണമായിട്ട് അരിഞ്ഞാലും മതി, ചതക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അത്രേ ഉള്ളൂ. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇത് ആവും തോറും കുറച്ചായിട്ട് എണ്ണ വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഈ സ്റ്റേജിൽ കുറച്ച് ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാം, അപ്പം നന്നായിട്ട് വെന്തോളും. ഇതിൻ്റെ കൂടെ വഴണ്ടുകയും ചെയ്തോളും. കുറച്ച് കഴിഞ്ഞിട്ടാലും മതി, ഞാൻ ഇപ്പോഴും ഇടാറുണ്ട്. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി. ഇത് ഓപ്ഷനല്ല, കറിവേപ്പില വേണമെങ്കിൽ ഇട്ടാൽ മതി. നമ്മൾ 1 തണ്ട് ബാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് പനീർ വറക്കുമ്പോൾ ഇടാം. ഇത്രയും ഒന്നാക്കിയിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ മുമ്പേ. ഇതൊന്ന് വഴണാൻ വേണ്ടി നമുക്കൊന്ന് ജസ്റ്റ് ചുമ്മാ അടച്ചു വെക്കാം. നമ്മൾ സിമ്മിലാണ് ഓൾറെഡി ഇട്ടേക്കുന്നത്, ഇങ്ങനെ വെറുതെ ഇങ്ങനെ അടച്ചു വെക്കാം. ഓക്കെ, നമുക്ക് പനീർ വറക്കാനായിട്ട് പനീറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. 1 സ്പൂൺ മുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. നമുക്ക് കുറച്ച് ഗരം മസാല ഇടാം. ഇനി കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മതി. കുറച്ച് ഉപ്പ് കൂടി ഇടാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് ഈ സോയാ ചാൻസ് ഞാൻ കഴുകി തണുത്ത വെള്ളത്തിൽ കുതിർത്തിട്ട് മാറ്റി തണുത്ത വെള്ളത്തിലേക്ക് വെച്ച് കഴുകിയെടുത്തു. ഇനി ഇത് നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞ് ഇതുപോലെ മാറ്റി വെക്കണം. പിഴിഞ്ഞ് വെച്ചേക്കുന്ന സോയാ ചാൻസിനകത്തോട്ട് നമ്മൾ മുമ്പ് പനീർ ഇട്ട പോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇച്ചിരി ഇട്ടിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് എണ്ണയും കൂടി എടുക്കാം. ഇത് സത്യത്തിൽ നമുക്ക് വേണമെങ്കിൽ വറുത്തെടുക്കാം, പക്ഷെ ഞാനിവിടെ എയർ ഫ്രൈ ചെയ്യാൻ പോകാം. വേണ്ടി നമുക്കിത് ഇതിനകത്തേക്ക് തട്ടിയിടാം. തട്ടിയിട്ടിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്കിത് ഒരു 180 ഡിഗ്രി 15 മിനിറ്റ്സ് വെച്ച് ഓൺ ചെയ്യാം. ഇടയ്ക്ക് ഈ കുക്കറൊന്ന് തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് വഴറ്റി കൊടുക്കണേ. കണ്ടിന്യൂസ് വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ കുക്കർ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിയിട്ട് വഴറ്റി കൊടുത്താൽ മതി. നല്ലതായിട്ട് വഴണ്ട് ഇത് ബ്രൗൺ കളറാവണം കേട്ടോ ഈ ഉള്ളി. ഇതാണ് നമ്മുടെ പരിപാടി. പനീർ വറക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇതിപ്പോൾ ഏകദേശം ചൂടായി. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഞാൻ മൂടി മാറ്റി ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊടുക്കാം നമുക്ക് കേട്ടോ. കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഇത് സിമ്മിലാക്കണം, അല്ലെങ്കിൽ പനീർ കരിഞ്ഞു പോകും. എന്നിട്ട് ഈ പനീർ ഇതിലേക്ക് ഈവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഈവനായിട്ട് ഇങ്ങനെ കിടക്കണം. സിമ്മിൽ ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. കുറച്ചുകൂടി എണ്ണ എടുക്കാം. ഞാൻ അത്ര എണ്ണ എടുത്തിട്ടില്ല. വേണമെങ്കിൽ കുറച്ചുകൂടി എണ്ണ എടുക്കാം. എണ്ണ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിച്ചു പിടിക്കത്തില്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, ഇത് ഇങ്ങനെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. സൂക്ഷിച്ചിടണം, ഇത് പൊടിയരുത്.
ഇനി അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ സവാളയും ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. സത്യത്തിൽ ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് തക്കാളി ഇതുപോലെ നന്നായിട്ട് വഴറ്റി എടുക്കണം. പക്ഷെ ഇന്ന് ഞാൻ തക്കാളി ആഡ് ചെയ്യുന്നില്ല. സവാള ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട്. ഈ എണ്ണ ചേർക്കുമ്പോൾ കുറച്ചും കൂടി മുരിഞ്ഞു വരും. എണ്ണ കുറവായതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരം എടുക്കുന്നത്. പക്ഷെ എന്നാലും കുറച്ചും കൂടി ആയാൽ കുറച്ചും കൂടി ടേസ്റ്റ്. ഇപ്പോൾ 2 സവാളയാണ് ഇത്ര റെഡ്യൂസായി ഇത്രയും വന്നേട്ടോ. പനീർ ഇത്രയും മതി. നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫാക്കാം. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. പനീർ ഉണ്ടാക്കിയ സെയിം പാനിൽ കുറച്ച് അര സവാളയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്കൊന്ന് മുരിക്കാനായിട്ട് എടുക്കാം. കുറച്ച് എണ്ണയും കൂടി ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. അല്ല, നമ്മൾ അവസാനം ഡെക്കറേഷൻ പോലെ ചെയ്യാനാണ്. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. പിന്നെ ഓൾറെഡി നമ്മൾ പനീർ ഉണ്ടാക്കിയതുകൊണ്ട് മസാലകളെല്ലാം അതിനകത്ത് കാണും. അപ്പോൾ ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുന്നത് എല്ലാ മസാലയും ഇങ്ങനെ ഒന്ന് എടുത്താൽ അതൊരു ബ്രൗണിഷ് നിറമാവും. ഇനി ഇതിപ്പോൾ സിമ്മിട്ടേക്കോ, ഇത് വെറുതെ ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി. ഇത് ഒന്ന് മൊരിഞ്ഞ് വന്നോളും. അപ്പം നമുക്ക് എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ആയിക്കോളും. അപ്പോൾ ഇത് സൈഡിൽ വെറുതെ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. അപ്പം സിമ്മിലിട്ടേക്കോ കേട്ടോ. സിമ്മിട്ടിട്ട് ഇത് ഇടയ്ക്കൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടുക്കി പിടിക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ ഫ്രൈ ചെയ്ത് നമ്മുടെ സോയാ ചങ്ക്സ് റെഡിയായി. ഓക്കെ, നമുക്കിപ്പം ഞാനിത് എയർ ഫ്രൈ ചെയ്തതേ ഉള്ളൂ. ഇത് നമ്മൾ പനീർ വറുത്തെടുത്ത പോലെ തന്നെ എണ്ണയ്ക്കകത്ത് ഇതും വേവിച്ച് മസാലയൊക്കെ പുരട്ടിയിട്ട് വെറുതെ വറുത്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എയർ ഫ്രൈ ചെയ്തത് 2 സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വെച്ചേക്കാം. ഇത് അവസാനം ചേർക്കാനാണ് ഇതും പനീറും. നമ്മുടെ ഉള്ളി ഏകദേശമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികളിടാം. ആദ്യം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, കുറച്ചുകൂടി 1 സ്പൂൺ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ ഗരം മസാല, ഇതിലേക്ക് കുറച്ച് മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, കുറച്ചധികം ഇച്ചിരി മതി കേട്ടോ. അതും ഒരു 1/4 സ്പൂൺ. പൊടികളെല്ലാം കൂടി ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ വഴറ്റിയിട്ട് കുറച്ച് നേരം വെക്കണം. കാരണം ഇനി ഇത് പൊടികളുടെ ഒരു മണം വരും. അതുവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റിയാൽ മതി, ഇടയ്ക്കിടയ്ക്ക് വഴറ്റിയാൽ മതി. അപ്പോഴത്തേക്കും നമ്മൾ അപ്പുറത്ത് നമ്മൾ ഒന്ന് വറുക്കാൻ വെച്ചിരിക്കുന്നത്, ഇത് നമ്മൾ അര സവാളേ ഉള്ളൂ, അത് കുറച്ചേ ഉള്ളൂ. അതിങ്ങനെ വിടർത്തി ഇടുന്ന പോലെ ഇങ്ങനെ ഞെരടി ഇടണം. അപ്പോൾ ഇങ്ങനെ വിടർന്ന് കിടക്കും. അത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇങ്ങനെ വിടർത്തി ഇടണം. അപ്പം മുരിഞ്ഞോളും. ഇത് നമുക്കൊരു പിടി മല്ലിയിലയും കൂടി ഇടാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. റൈസ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന കൈമ റൈസ് ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ മെഷർ ചെയ്തത്. അപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ മെഷർ ചെയ്യുന്നത് ആ ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ 1 ഗ്ലാസ് കൈമ അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളം, അതാണ് കണക്ക് കേട്ടോ. നമ്മൾ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മസാലയുടെ മണം ഇങ്ങനെ അടിച്ചു തുടങ്ങും. അത്രയും ഇളക്കുക. 1 മിനിറ്റ് മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇടണം. ഓക്കെ, അരി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൈമ റൈസ് 1 ഗ്ലാസ് ഇട്ട് കൈമ റൈസ് ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അരി മെഷർ ചെയ്തത് ആ ഗ്ലാസ്സിൽ തന്നെ ചൂടുവെള്ളം മെഷർ ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കണം കേട്ടോ. ഇനി നമുക്കിതിനകത്തോട്ട് ഉപ്പിടണം. ഏകദേശം ഇത്രയും ഉപ്പ് ഇടണം. കുക്കർ ഇതുപോലെ ക്ലോസ് ചെയ്യണം, വിസിലിടണ്ട. ഇത്രയും നേരം നമ്മൾ കുക്ക് ചെയ്തത് ലോ ഫ്ലെയിമിലാണ്. ഇപ്പം നമുക്ക് ഹൈ ഫ്ലെയിം ആക്കണം. ഇതുപോലെ വിസിൽ വരും, അതായത് ഗ്യാസ് സ്റ്റീം വരും. അപ്പം ആ സമയത്ത് നമ്മൾ ഹൈ ആയിരുന്നല്ലോ അത് ലോ ആക്കുക. ആ ഒരു സമയത്ത് മാത്രം ലോ ആക്കുക. എന്നിട്ട് നമുക്ക് വിസിലിടാം. അപ്പം വിസിലിടുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 7 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അതിനകത്ത് വിസിലിട്ടു, സിമ്മാക്കി. അപ്പുറത്ത് നമ്മൾ വറക്കാനായിട്ട് വെച്ചേക്കുന്ന ഉള്ളി ഈ ഒരു പരുവായി ഏകദേശം ഉണങ്ങി കിട്ടി. ഇത് മതി, നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇച്ചിരിയും കൂടി ഉണ്ട്, 2-3 എണ്ണം കൂടി ആവാറുണ്ട്. കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. ഇത് സിമ്മാട്ടോ. സാലഡിലേക്ക് നമുക്ക് കുറച്ച് തൈരും ഉപ്പും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാം. ഇതിനകത്ത് അര സവാള, കുറച്ച് കുക്കുംബർ, കുറച്ച് ക്യാരറ്റ്, അത്രയേ ഉള്ളൂ. നമുക്ക് ഉള്ളി ഏകദേശം ഈ ഒരു പരുവായി. നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് എണ്ണ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് എണ്ണയും കുറച്ച് ഉപ്പും അര സവാളയുമാണിത്. ഇപ്പം 7 മിനിറ്റായി. ആക്ച്വലി ഞാൻ 1 മിനിറ്റ് കൂടി എക്സ്ട്രാ വെച്ചു, 8 മിനിറ്റ് വെച്ചു. ഇനി നമുക്കിത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് ഈ ക്ലിപ്പില്ലേ ഇതങ്ങ് ഊരിയിടാം. ഓക്കെ,
ബക്കിൾ ഇങ്ങനെ ഊരിയാലും ഇത് സ്വയം താരണം, അതുവരെ വെയിറ്റ് ചെയ്യണം. അത് ആവി പോകുമ്പം താഴോട്ട് ഇങ്ങനെ വീഴും, അങ്ങനെ വീഴുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഗ്യാസ് ഓൺ ചെയ്തു, നമ്മൾ സിമ്മിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുറച്ച് നെയ്യ് ഒഴിക്കാം ഇതിനകത്തോട്ട്. ഇതിപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുള്ളൂ, കുറച്ചുകൂടി വേണമെങ്കിൽ ഇടാം. ഇട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഇപ്പം നെയ്യ് നമ്മളൊരു കുറച്ച് നെയ്യ് ഒഴിച്ചു, അത് ഉരുകി. ഇനി നമുക്ക് കുറച്ച് സവാള വറുത്തത് നമ്മൾ വെച്ചേക്കുന്നത് കൂടി ഇട്ടിട്ട് നമുക്ക് പനീർ വറുത്തത് തട്ടിയിടാം, സോയാ ചങ്ക്സ് വറുത്തതും കൂടി തട്ടിയിടാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ചോറുമായിട്ട്. മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്, സത്യത്തിൽ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് അടച്ചു വെക്കാം. ഞാൻ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇത് സിമ്മില, വെറുതെ കുക്കറിൻ്റെ അടപ്പ് വെച്ച് വെറുതെ അടച്ചു വെച്ചാൽ മതി. മാറ്റിയിട്ട് വെറുതെ അടപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഞാൻ സിമ്മില വെച്ചേക്കുന്നത്. ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ബിരിയാണി റെഡി. ഇത്രയേ ഉള്ളൂ.